ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നല്ല വിശേഷപ്പെട്ടൊരു ദിവസമാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിലത്തെ നേർച്ചയൊക്കെയാണ്. അപ്പോൾ എൻ്റെ അമ്മയും താത്താൻ്റെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഭൂരി ഇഷ്ടമൊക്കെ ഉണ്ടാക്കി. പിന്നെ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് തേങ്ങാച്ചോറ് കിട്ടും, അതിനുള്ള കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഉമ്മ അവിടെ കറിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാനത് വലിയ വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. കായ്ച്ചാറ് വെക്കുന്നുണ്ട്. അതിനെന്താ കുക്കറിൽ ഉമ്മ കടുക് ഉലുവയും ചെറിയ ജീരകമൊക്കെ പൊട്ടിച്ചെടുത്തു. പട്ട ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയെടുത്തു. പിന്നെ കഷ്ണം അതിൽ കുട്ടിയപ്പോൾ തികയില്ലാന്ന് തോന്നി. അപ്പം ഉമ്മ വേറെ പാത്രത്തിലേക്കൊക്കെ ആക്കി. അതിൽ കഷ്ണങ്ങളിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ഇട്ടിട്ട് വേവിക്കുകയാണ്. പിന്നെ അത് നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് തേങ്ങയും കൂട്ടുക, പുളിയും തേങ്ങയും കൂട്ടുക. പിന്നെ ആദ്യം തന്നെ താളിച്ചാണ് വെക്കുക. പിന്നെ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലോട്ട് തേങ്ങ കൂട്ടുകയാണ്. തേങ്ങ കൂട്ടി നന്നായിട്ട് ഇളക്കി അത് സെറ്റായി. പിന്നെ അപ്പോഴേക്കും ഉമ്മ അതവിടെ ചെയ്യുമ്പോഴേക്കും ഞാൻ എൻ്റെ അടിക്കലും തുടയ്ക്കലും തിരുമ്പലൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ ഉമ്മയും വാപ്പയും എൻ്റെ താത്താൻ്റെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണിക്ക് നിന്നു. പിന്നെ ഉമ്മയാണ് കറിയൊക്കെ വെക്കുന്നത്. ബീഫ് കറി ഞാൻ വെച്ചു. മറ്റേ കായ്ച്ചാറ് പറയുമ്പോൾ പാലക്കാട്ടുകാരൻ്റെ അത് ഇമ്മ വെച്ചു. അപ്പോൾ ഉമ്മാൻ്റെ കായ്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ബീഫ് ഒരു ചട്ടിയിലേക്ക് ഞാൻ കൊട്ടിയിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെല്ലുള്ളി തക്കാളി മല്ലിയില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് നല്ല പുരട്ടി കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കും. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അത് കുക്കറിലിട്ട് വിസിലെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ചട്ടിയിലാക്കി നല്ല കുരുമുളക് പൊടി ഇട്ട് നല്ല വറ്റിച്ചെടുക്കും. അങ്ങനെ ഗ്രേവി ആക്കി എടുക്കും. ഞാനങ്ങനെ ബീഫ് വയ്ക്കാറ്. അപ്പോൾ ബീഫ് നന്നായിട്ട് നല്ല കൈകൊണ്ട് നല്ല കുഴച്ചെടുക്കണം. ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കണം കേട്ടോ. നല്ല കുഴച്ചിട്ട് കുക്കറിലേക്ക് മാറ്റുക. കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 4 വിസിലടിച്ച ശേഷം പിന്നെ ഒരു പാനിൽ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. വലിയുള്ളി ഇട്ട് ഉപ്പിട്ട് നല്ല വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളി അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കുറച്ച് എണ്ണ ഇങ്ങനെ എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ പോരാന്ന് തോന്നുകൊണ്ടാണ്. പിന്നെ അങ്ങനെ തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നല്ല ഇളക്കണം. അത് നല്ല വാട്ടിയെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഇടുക. പിന്നെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് കൂട്ടുക. ഞാനിങ്ങനെയാണ് എപ്പോഴും ബീഫ് വയ്ക്കാറ്. ഇപ്പോൾ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട്. കാരണം ആളുകളുണ്ടല്ലോ, എൻ്റെ ഉമ്മയും എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ പള്ളിയിൽ നേർച്ചയാണ്, ഞങ്ങളുടെ പള്ളിയിൽ നേർച്ചയാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടും, കറിയില്ല. അപ്പോൾ കറി ഞങ്ങൾ വെക്കുകയാണ്. പിന്നെ കറിയൊക്കെ ഞങ്ങളെല്ലാവരും നല്ല കായ്ച്ചാറും തേങ്ങാച്ചോറും ബീഫൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ചോറൊക്കെ വെച്ചു. പിന്നെ ഒന്ന് കടന്നൊക്കെ ഉറങ്ങി അങ്ങനെ എണീച്ചു. പിന്നെ അമ്മ വരുമ്പോൾ ചിപ്സും മുറുക്കും ബിസ്ക്കറ്റും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയില്ല വേറെ. അപ്പോൾ ചായയൊക്കെ വെച്ചു. ചായ കുടിക്കുക. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ബിസ്ക്കറ്റും ചായയൊക്കെ ഞങ്ങളെല്ലാവരും കൂടി കുടിക്കുകയാണ്. ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളൂ.